ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട ഹിദായത്ത് സ്റ്റോറി കാത്തു നിൽക്കുന്ന എൻ്റെ കൂട്ടുകാരെ, എല്ലാവരും ഉറങ്ങിയോ? ഒരുപാട് ആളുകൾ ഉറങ്ങിയിട്ടുണ്ടാവും, ഒരുപാട് ആളുകൾ സ്റ്റോറിക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പം പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, ഇന്ന് സ്റ്റോറി ഞാൻ ഇട്ടിട്ടില്ല. ഒരുപാട് ടൈമായിട്ടോ, ഒരുപാട് എന്ന് വെച്ചാൽ ഈ അത്താഴത്തിന് എണീക്കാനൊക്കെ ഉണ്ട്. ഇന്നിപ്പോൾ കുറച്ച് ലേറ്റായി, അപ്പോൾ ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ നമ്മളെ ഉസ്താദിൻ്റെയും അതുപോലെ തന്നെ സീനത്തിൻ്റെയും കഥയൊന്നും എനിക്ക് റെക്കോർഡ് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ? അൽഹംദുലില്ലാഹ്. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ പരസ്പരം. റമദാന് 6 അല്ലേ ഇനിയിപ്പോൾ? അപ്പോൾ ഇതുവരെ നോമ്പെടുത്തതൊക്കെ പടച്ച റബ്ബ് സ്വീകരിക്കട്ടെ. ഇനിയും നമുക്ക് നല്ല റാഹത്തോടു കൂടി ഇസ്സത്തോടു കൂടി നോമ്പ് നോറ്റ് വീട്ടുവാനുള്ള ഭാഗ്യമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. പിന്നെ നമ്മളെ സ്റ്റോറി ഏകദേശം പകുതിയൊന്നും എത്തി, പകുതി ആയിത്തൊക്കെ തുടങ്ങിയിരിക്കണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തത് ഭാഗം ശരിക്കും ഒരു നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫർസാനയുടെ ഗർഭകാലം, സൈത്തൂൻ ബീവി, അറബി, അവരൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ളതായിരിക്കും ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള എപ്പിസോഡുകളൊക്കെ കാര്യമായിട്ട് കുറച്ചും കൂടിയൊക്കെ ഇവിടുത്തത് ഉണ്ടാവുള്ളൂ, നാട്ടിലത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ പലരും കമൻറ്റിലൂടെ തന്നെ പറയുന്നുണ്ട് അല്ലേ, ഏകദേശം കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമ്മളെ സൈത്തൂൻ ബീവിക്കും സന്തോഷം വരണം, ഫർസാനക്കും എല്ലാവർക്കും സന്തോഷமான രീതിയിൽ നമുക്ക് സ്റ്റോറി നിർത്തണം. അങ്ങനെയാണല്ലോ, ആർക്കും ദുഃഖം ഉണ്ടാകാൻ പാടില്ല. അന്നത്തെ സ്റ്റോറിയിൽ ഇപ്പോൾ ഉമ്മ ഷമ്മാസിനോട് പറയണതൊക്കെ കേട്ടിട്ട് എല്ലാവർക്കും സങ്കടമായിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഇനി അവർക്ക് ദുഃഖം ഉണ്ടാവരുത് എന്നൊക്കെ. അതൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും സന്തോഷം തന്നെ. ചില സമയത്തൊക്കെ നിങ്ങളൊക്കെ ഞാൻ കരയിപ്പിക്കാറുണ്ടല്ലേ, പ്രത്യേകിച്ച് നമ്മളെ നൂർ ഫാത്തിമ എന്നുള്ള സ്റ്റോറി കേട്ടിട്ട് ഒരുപാട് ആളുകൾ കരഞ്ഞൊക്കെ എനിക്ക് വിളിക്കാറുണ്ട്, കരഞ്ഞ മെസ്സേജൊക്കെ അയക്കാറുണ്ട്. പൊന്നു മോളെ, എനിക്ക് സഹിക്കാൻ കഴിയണില്ല, കേൾക്കാൻ കഴിയണില്ല ഒക്കെ പറഞ്ഞിട്ട്. അങ്ങനെയൊക്കെ എല്ലാവരെയും കരയിപ്പിച്ചതിൽ ഞാൻ എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഉസ്താദിന് നല്ലൊരു ജീവിതമാണല്ലോ അല്ലേ? നമ്മൾ ഉസ്താദ് എന്ന് വെച്ചാൽ നല്ലൊരു പാവപ്പെട്ട ഉസ്താദാണ്, നിഷ്കളങ്കനായ ഉസ്താദാണ്, സ്വാലിഹായ ഒരു ഉസ്താദാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ 2 പെണ്ണുങ്ങളും അങ്ങനെ ആയിപ്പോയി. കാരണം ആദ്യത്തോളം അങ്ങനെ പോയി, രണ്ടാമത്തത് കല്യാണം കഴിച്ച് നിക്കാഹ് കഴിച്ച് കൊണ്ടുവന്നപ്പോഴും ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയി. അപ്പോൾ ഉസ്താദ് ആകെ ടെൻഷനിലാണ്, വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ഇപ്പോൾ എല്ലാവരും ആഗ്രഹിക്കുന്ന പഠിച്ചവനെ നല്ലൊരു ഭാര്യയെ അതിന് കെട്ടിക്കൂടെ, അങ്ങനെയൊക്കെ ഇങ്ങനെ വിചാരിക്കുള്ളൂ, ഓളെ ഒഴിവായിക്കൂടെ എന്നൊക്കെ. പക്ഷേ അത്രയും ചില ആളുകൾ പെട്ടെന്ന് ഒഴിവാക്കുന്നില്ല, കുറച്ച് നമ്മൾ ക്ഷമിച്ച് നോക്കും, ശരിയാണെങ്കിലേ വിചാരിച്ച് കണ്ട്. പെട്ടെന്ന് ഒഴിവാക്കാനും പറ്റില്ലല്ലോ. അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ ഉസ്താദ് ചിന്തിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് കിച്ചണിൽ തന്നെ ഇരിക്കുകയാണ്. റെക്കോർഡിങ്ങിനകത്ത് ബെഡ്റൂമിൽ പോയാൽ ഉറങ്ങും. അപ്പോൾ നോമ്പ് തുറന്ന പാത്രങ്ങളൊക്കെ കഴുകിയതാ ദീക്കൊണ്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇതൊക്കെ ഉണങ്ങിയിട്ട് ആ സ്റ്റാൻഡുമൊക്കെ അങ്ങനെയൊക്കെ വെക്കലാണ്. പക്ഷേ ആകെ പെരന്ന് എടുക്കണം കേട്ടോ, ഒന്നും ശരിക്കും എടുത്ത് വെച്ചിട്ടില്ല. അതിൻ്റെ ഇടയിൽ വീഡിയോ റെക്കോർഡിങ്ങിനൊക്കെ വന്ന് അതാണ് സംഭവിച്ചത്. അപ്പോൾ എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും പോയി കിടന്നിട്ടുണ്ട്, മക്കളും ഹസ്ബൻഡും ഇവിടെ ഉണ്ട്. അപ്പോൾ എല്ലാവരും പോയി കിടന്ന് കുറച്ച് ലേറ്റായും ചെയ്തു, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ ഇട്ടിരുന്നു നമ്മളെ ഷെഫി ഉസ്താദിൻ്റെ കഥയൊക്കെ. അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. പടച്ച റബ്ബ് നമ്മുടെ മനസ്സിലെ ആഗ്രഹങ്ങളും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരട്ടെ. ആമീൻ. എന്തൊക്കെ മനസ്സിൽ പടച്ച റബ്ബ് നമുക്കുണ്ടെങ്കിലും അല്ലാഹു പടച്ച റബ്ബെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട് അല്ലേ? അതുപോലെ നമ്മളെ മക്കളൊക്കെ എക്സാം എഴുതുകയാണ്, SLC +2. എൻ്റെ മോളും നാളെ +2 എക്സാം എഴുതുകയാണ് കേട്ടോ. 1 കഴിഞ്ഞു, 2ാമത്തെ നാളെയാണ്. അപ്പോൾ SLC +2 ഒക്കെ എഴുതുന്ന മക്കൾക്കൊക്കെ പടച്ച റബ്ബ് നല്ല ഉന്നത വിജയം നൽകട്ടെ, നല്ല രീതിയിൽ അവർക്ക് ആൻസർ ചെയ്യാനുള്ള ഭാഗ്യമൊക്കെ നൽകട്ടെ, അവർക്ക് നല്ല മെമ്മറി പവർ പടച്ച റബ്ബ് നൽകട്ടെ. എല്ലാവരും പറയുന്നത് കേൾക്കാതെ, ഈ നമ്മൾ എക്സാമിന് എഴുതുന്ന സമയത്ത് അലം നശ്റഹ് ലക സദ്റക എന്നുള്ള ആ ഒരു സൂറത്ത് അത് ഒരു 3 പ്രാവശ്യം ഓതുന്നത് നല്ലതാണ്. ഓതിയിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഊതി കുടിച്ചാലൊക്കെ നല്ല മെമ്മറി പവറാണെന്നൊക്കെ നമുക്ക് അനുഭവം സാക്ഷിയുണ്ടത്. അങ്ങനെയൊക്കെ ചെയ്ത് പോയിക്കോളി. മക്കൾക്കൊക്കെ നല്ല ഫുൾ A+ ഒക്കെ എല്ലാവർക്കും ലഭിക്കട്ടെ, നല്ല ഗ്രേഡൊക്കെ ലഭിച്ച്
ഉന്നതങ്ങളിലെത്തട്ടെ. പിന്നെ ഇപ്രാവശ്യത്തെ ഏറ്റവും സങ്കടകരമായ ഒരു വിഷയം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഷഹബാസിൻ്റെ. അപ്പോൾ ഇന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നല്ലോ ഷഹബാസിന് ഖബറിൽ നിന്നൊരു കത്ത് കണ്ടിട്ട്. അതൊരു സത്യം പറഞ്ഞാൽ അതൊരു എന്താ പറയുക, ഒരു നോട്ടായിരുന്നു. ശരിക്കും ഒരു ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പിൽ വന്ന അത് കണ്ടപ്പോൾ, അത് വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. കാരണം എനിക്ക് പറയാൻ കഴിയണില്ല. ആ കുട്ടീനെ കുറിച്ച് പറഞ്ഞ കാര്യം, കുട്ടീന്ന് വെച്ചാൽ അല്ല, വീട്ടിലാരുമില്ല, വീട് ജപ്തി ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ മോൻ വലുതായിട്ട് വേണം, പഠിച്ചിട്ട് വേണം എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒരു കുടുംബം രക്ഷിക്കാനെന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ഉള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ സത്യം പറഞ്ഞാൽ അതൊക്കെയാണ് അതിങ്ങനെ വായിച്ചപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അതാണ് ഞാൻ പിന്നെ ഇന്നലെ അപ്പം തന്നെ അത് വിട്ടത്. നമ്മൾക്കും മക്കളുണ്ടല്ലോ, അപ്പോൾ അവർ ആ ഉമ്മ ഇതുവരെ എണീറ്റിട്ടില്ലല്ലോ, ഇടക്കിടക്ക് ബോധം ഇല്ലാതെ വീഴാണ്. ആ ഉമ്മ കരച്ചിലാണ്. എന്താല്ലേ അവസ്ഥ. ഒരു കേടുമില്ലാത്ത കുട്ടികളെ, ഒരു അസുഖം എന്ന് വെച്ചാൽ ഒന്നുമില്ല. നല്ല 15 വയസ്സായ മോനൊക്കെ പറഞ്ഞാൽ എല്ലാ ചെറുപ്പത്തിലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ കഴിഞ്ഞ് നല്ലൊരു യുവത്വത്തിലേക്ക് കിടക്കുക. ആ ഒരു സമയത്ത് നെഞ്ചക്കോ എന്തൊരു സാധനം ഉപയോഗിച്ച് തലക്കടിച്ച് തലയോട്ടി പൊട്ടിച്ച് അതിനെ കൊല്ലാന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു വേദന നമുക്ക് നമ്മളെ മക്കളെ വിചാരിച്ച്, നമ്മളെ മക്കളെ, നമ്മളെ ആങ്ങളമാരെ ഒക്കെ വിചാരിച്ചാൽ നമുക്ക് എനിക്കും തന്നെ അത് കണ്ടിട്ട് ഭയങ്കര സങ്കടമൊക്കെ കേട്ടിട്ട്. എന്താ അറിയില്ല, എത്രയേ ഞാൻ കരഞ്ഞു എനിക്കറിയില്ല. പഠിച്ച റബ്ബ പൊന്നും എൻ്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കട്ടെ. ആ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകട്ടെ. അതേ ഈ അവസരത്തിൽ പറയാനുള്ളൂ. പഠിച്ച ഒരു കുട്ടിക്കും അങ്ങനത്തെ ഒരു മരണം അള്ളാഹു കൊടുക്കാതിരിക്കട്ടെ. അങ്ങനെയുള്ള കൊലപാതകികളെ തൊട്ട് പഠിച്ചോ കാത്തുരക്ഷിക്കട്ടെ. കാരണം ഒന്നിനും മടിക്കാത്ത കാലമാണ് ഇപ്പോൾ. സ്വന്തം ഉമ്മാനും ഉപ്പാനും നേരെ തിരിച്ചും കൂട്ടുകാരെയൊക്കെ കൊല്ലുകയാണ് എല്ലാവരും. ഒരു പേടിയില്ല. എന്താലേ, അതൊക്കെ അതിൻ്റെ വീഡിയോ കണ്ടപ്പോഴും അതിൻ്റെ ആ എന്താ പറയുക, അതൊക്കെ വായിച്ചപ്പോഴും ഭയങ്കര സങ്കടം തോന്നി. സങ്കടം തോന്നിയിട്ട് ഭയങ്കര വിഷമമായിട്ട് കുറേ കരഞ്ഞുട്ടോ. കുറേ കരഞ്ഞ് ഇടങ്ങാറായി. നമുക്കിപ്പോൾ നമ്മളെ കുട്ടികളായാലും നമ്മൾ പറയുമ്പോൾ നമുക്ക് അറിയപ്പോലും ഇല്ല കുട്ടീനെ, അല്ലേ? തീരെ അറിയില്ല കുട്ടീനെ. എന്നാലും നമുക്ക് ഭയങ്കര സങ്കടം എല്ലാവരും ഒരുപാട് ആൾക്കാർ കരഞ്ഞിക്കണം. എന്തായാലും പഠിച്ച റബ്ബേ ആ ഇവിടുത്തെ കൂട്ടുകാരെക്കാളും നല്ല സ്വാലിഹായ നല്ല കൂട്ടുകാരെ, അതായത് ഓനൊരിക്കലൊരു വേദനിപ്പിക്കാത്ത സ്വർഗത്തത്തെ കൂട്ടുകാരെ പഠിച്ച റബ്ബ് ഷഹബാസ് എന്ന മോനിക്ക് ഇറക്കി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഉമ്മാക്കും ഉപ്പാക്കും ക്ഷമ കൊടുക്കട്ടെ, അള്ളാഹു മറവി കൊടുക്കട്ടെ. കാരണം അവർക്ക് ജീവിച്ച് പോകണം. താഴെയുള്ള 3 ആൺകുട്ടികളുണ്ട്, വേറെ ചെറുത് എന്ന് പറഞ്ഞില്ല. അവർക്കൊക്കെ നോക്കേണ്ടതല്ലേ ഉപ്പാരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക. എന്തായാലും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ നമ്മളെ മക്കളെയൊക്കെ തൊട്ട് അങ്ങനത്തെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ നമ്മളെ ഇൻഷാ അല്ലാഹ് നമ്മളെ ജസീനാൻ്റെയും നമ്മളെ ഉസ്താദിൻ്റെയും സീനത്തിൻ്റെയൊക്കെ കഥ ഏറ്റവും നാളെ വരട്ടോ. ഇന്ന് കുറച്ച് ലേറ്റായി ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പരസ്പരം ദുആയിൽ ഉൾപ്പെടുത്തുക. ഓക്കെ. നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കൊക്കെ പടച്ച റബ്ബ് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.